ഹലോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണിയാവാറായിട്ടുണ്ട്. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ വണ്ടർലാ പോവാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങൾ ഇതുവരെ ഈ കുറച്ച് ദൂര സ്ഥലത്തോട്ടൊരു ലെഷർ ട്രിപ്പിന് വേണ്ടി പോയിട്ടില്ല. അല്ലാണ്ട് പോയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും കൂടിയിട്ട് ഒരു ലെഷർ ട്രിപ്പ് ഇത്രയും ദൂരത്ത് അങ്ങനെ പോയിട്ടില്ല. ഫസ്റ്റ് ട്രിപ്പാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് താഴെ പോയിട്ട് കാണാം. താഴെ എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ നേരത്തെ റെഡി ആയിട്ട് എൻ്റെ കസിനെ പിക്ക് ചെയ്യാൻ പോയതാണ്. എന്നിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി കുറച്ച് വഴി കൂടെ വരാനുണ്ട്, അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വന്നു. എന്നിട്ട് ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഞങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കാണിക്കാൻ പറ്റില്ല, ഓട്ടോയ്ക്കുള്ളിൽ ഭയങ്കര ഇരുട്ടാണ്. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പ്ലാറ്റ്ഫോം നോക്കുവാണ് ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നതെന്നുള്ളത്. ഞങ്ങൾ 3:30 ഏറനാട് എക്സ്പ്രസ്സിലാണ് പോകുന്നത്. സത്യം പറയാമല്ലോ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ട്രെയിനാണ് ഏറനാട് എക്സ്പ്രസ്. എന്താ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് അതിൽ യാത്ര ചെയ്യുന്നത് ഇഷ്ടമേ അല്ല. എന്നാലും എല്ലാവരും കൂടെ ഉണ്ടല്ലോ, അങ്ങ് സഹിക്കാം. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. രാവിലെ തന്നെ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. പക്ഷെ ഈ സമയത്ത് ഇപ്പോൾ ഒരു 6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ടാകും. പുറത്ത് നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ 8:30 ആയപ്പോൾ എറണാകുളത്തെത്തി. അവിടുന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഞങ്ങൾ എറണാകുളം സൗത്തിലാണ് വന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയത്. അങ്ങനെ ഞങ്ങൾ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഏതായാലും ഒരെണ്ണത്തിൽ പോകാൻ പറ്റില്ല, ഞങ്ങൾ 10 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വണ്ടർലായിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. നല്ല ചൂടുണ്ട്, രാവിലത്തെ തണുപ്പൊക്കെ പോയി. അങ്ങനെ ഫൈനലി ഞങ്ങൾ വണ്ടർലായിലെത്തി. എത്തിയിട്ട് ഞങ്ങൾ ആദ്യം കുളിക്കാനുള്ള ഡ്രസ്സ് മേടിക്കാനാണ് പോയത്. അവിടെ നൈലോൺ അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രസ്സ് ഇട്ടാലേ വെള്ളത്തിലോട്ട് ഇറക്കത്തുള്ളൂ. അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ച് അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഫസ്റ്റ് റീകോയിലറിലാണ് കയറാൻ പോയത്. ഒരു 2 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയ. അമ്മാതിരി തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒടുക്കത്തെ ചൂടെടുത്തിട്ട് ഞങ്ങളെല്ലാവരും റൊട്ടിയായി. കാലിൻ്റെ അടിയിലൊക്കെ ചെരിപ്പിടാൻ നടക്കാനേ പറ്റത്തില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. വെക്കേഷൻ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ സാറ്റർഡേയും കൂടെ ആണല്ലോ. പക്ഷെ മലയാളികളെക്കാട്ടിലും ഞാൻ കൂടുതൽ കണ്ടത് തമിഴന്മാരും ഹിന്ദിക്കാരുമാണ്. എവിടെ തിരിഞ്ഞാലും അവരാണ്. ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും മൊത്തം തമിഴന്മാരും ഹിന്ദിക്കാരും ആയിരുന്നു. അങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങിയപ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടിയത്, ചൂടിനൊക്കെ ഒരു ശമനം കിട്ടിയത്. എന്നിട്ട് 6 മണിക്കാണ് അവിടെ ക്ലോസിങ് ടൈം. അത് കഴിഞ്ഞിട്ട് അവിടെ DJ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു DJ. കൂടുതലൊന്നും തുള്ളാൻ പറ്റത്തില്ല, കാരണം നനഞ്ഞ ഫ്ലോറാണ്. ഉള്ളതിൻ്റെ ഇടയിൽ എങ്ങാനും ചിറകി വീണാൽ ആളുടെ തലയും മുതുകൊക്കെ പേസ്റ്റായി പോകും. അതുകൊണ്ട് കൂടുതൽ തുള്ളാൻ നിന്നില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു. ഞാനിങ്ങനെ ഫാമിലി എല്ലാവരുമായിട്ട് പുറത്തോട്ട് പോകുന്നത് വളരെ കുറവായിരുന്നു. കൂടുതലും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാനാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ ഫ്രണ്ട്സിനെക്കാട്ടിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഫാമിലിക്ക് കൊടുക്കാൻ തുടങ്ങി. സത്യം പറയാലോ, ഭയങ്കര ഹാപ്പിയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാറില്ല എന്നല്ല, ബട്ട് ഫ്രണ്ട്സിനേക്കാളും ഒരു പിടി കൂടുതൽ ഞാൻ ഇപ്പോൾ പ്രിഫർ ചെയ്തത് ഫാമിലീൻ്റെ കൂടെ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യും എപ്പോഴും എവിടെയെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞങ്ങൾ DJ ഒക്കെ കഴിഞ്ഞിട്ട് പോയി ഫ്രഷായി. ഞാൻ ആദ്യം തന്നെ ചെയ്തത് ലിപ് ബാം ഇട്ട് കൊടുക്കുമായിരുന്നു. കാരണം ലിപ്സൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവാറായിട്ടുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഫ്രഷൊക്കെ ആയി കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എന്നിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഭയങ്കര ടയേർഡാണ്. പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.